നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് ആണ്. നമുക്കറിയാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് റിലേറ്റഡ് ആയിട്ട് അതിന് ഫംഗ്ഷനും ഉണ്ടാവും, പ്രോപ്പർട്ടീസ് ഉണ്ടാവും. എക്സാമ്പിളായിട്ട് നമ്മളൊരു കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, ലൈക്ക് നെയിം, കളർ, പ്രൈസ്, എക്സെട്ര. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതുപോലെ അതിന് കുറേ ആക്ഷൻസ് ചെയ്യാൻ പറ്റും, ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ പ്രോപ്പർട്ടീസും ഫംഗ്ഷൻസും കൂടി ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് ക്ലാസ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്ലാസ് കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ക്ലാസ് എന്നാണ് കീവേഡ് യൂസ് ചെയ്യേണ്ടത്. കാർ എന്നത് അതിൻ്റെ ക്ലാസ് നെയിമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് നെയിം കൊടുക്കാം. എന്നിട്ട് കോളിനിടുക. താഴെ നമ്മൾ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എഴുതുക. നെയിം ഞാൻ സ്വിഫ്റ്റ് എന്ന് കൊടുത്തു, കളർ വൈറ്റ് എന്ന് കൊടുത്തു. അങ്ങനെ 2 പ്രോപ്പർട്ടീസ് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതി. അതായത് ഈ ക്ലാസ് കാറിലുള്ള ഒരു ഫംഗ്ഷനാണ് സ്റ്റാർട്ട്. ഓക്കെ, ആ ഫംഗ്ഷനകത്ത് ജസ്റ്റ് സ്വിഫ്റ്റ് ക്യാൻ സ്റ്റാർട്ട് എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ നെയിമിനകത്ത് സ്വിഫ്റ്റ് എന്ന് വരണം. ക്യാൻ സ്റ്റാർട്ട് എന്നവിടെ മെസ്സേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 വേരിയബിൾസും അതായത് 2 പ്രോപ്പർട്ടീസും ഒരു ഫംഗ്ഷനും ഉള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. അതായത് ഈ കാർ എന്ന് പറഞ്ഞാൽ കാർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരുപാട് ഒബ്ജക്ട്സ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി C1 ഇസ് എൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് കാർ. അപ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണുന്നുണ്ടാവും C1 ഈസ് ഈക്വൽ ടു കാർ. അതായത് കാർ C1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ നെയിമാണ്. C1 ഈസ് ഈക്വൽ ടു കാർ എന്ന് പറയുന്നത് ക്ലാസ് നെയിമാണ്. അപ്പോൾ ഒബ്ജക്റ്റ് നെയിം ഈസ് ഈക്വൽ ടു ക്ലാസ് നെയിം. ഈ രീതിയിലാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ C1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ C2 ഉണ്ടാക്കണമെങ്കിൽ C2 ഈസ് ഈക്വൽ ടു കാർ. അപ്പോൾ കാർ എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒരു C2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫംഗ്ഷനെയും വേരിയബിൾസിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്, എക്സാമ്പിളായിട്ട് C1 ഡോട്ട് സ്റ്റാർട്ട്. അതായത് C1 ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് ഡോട്ട് ആ ഫംഗ്ഷൻ നെയിം വിളിച്ചാൽ ആ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാം. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും. കാരണം നമുക്ക് ഈ പൈത്തണിൽ ഈ രീതിയിലല്ല. നമ്മളിപ്പോൾ സാധാരണയായിട്ട് C++ലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ പൈത്തണിൽ ഒരു പോയിൻ്ററും കൂടി യൂസ് ചെയ്യാനുണ്ട്, പറയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂസ്, അതിൻ്റെ പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിൻ്റെ ഇനീഷ്യൽ വാല്യൂസ് അപ്പം തന്നെ അസൈൻ ചെയ്യാം. ആ ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ്റെ പേര് __init___ അങ്ങനെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് അപ്പം നമ്മൾ C1 എന്ന് പറഞ്ഞ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് കോൾ പോകും. ഈ ഫംഗ്ഷനിലേക്ക് കോൾ പോകാമെന്ന് പറഞ്ഞാൽ ഇനിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇത് ഇനിറ്റ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എപ്പോഴും സെൽഫ് എന്നായിരിക്കും. സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ C1ലേക്കുള്ളൊരു പോയിൻ്ററാണ് ഈ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇനിറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് സെൽഫ് എന്നായിരിക്കണം. അപ്പോൾ സെൽഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോയിൻ്ററിന് യൂസ്, നമ്മളിപ്പം ജാവയിലൊക്കെ ദിസ് പോയിൻ്റർ യൂസ് ചെയ്യുന്ന പോലെ, സിയിലൊക്കെ ദിസ് പോയിൻ്റർ യൂസ് ചെയ്യുന്ന പോലെയാണ് ഈ സെൽഫിൻ്റെ യൂസ്. അല്ല, സെൽഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഒന്നല്ല, പക്ഷേ നിങ്ങൾക്ക് ഈ സെൽഫിന് പകരം വേറെ വേർഡ്സ് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സെൽഫ്. അപ്പോൾ ഈ സെൽഫ് എന്ന് പറഞ്ഞാൽ സെൽഫ് എന്ന് പറഞ്ഞതിലേക്ക് പോയിൻ്റർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്വിഫ്റ്റ് എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ഈ കാറിൻ്റെ നെയിമാണ്. നെയിം പാസ് ചെയ്യുക. അതേപോലെ ഒരു വൈറ്റ് എന്ന് പറയുന്ന കളറാണ്, അതും പാസ് ചെയ്യുക. അപ്പോൾ N, C 2 വേരിയബിൾസ് യൂസ് ചെയ്തു. ഇനി നമ്മൾ കോളിനിട്ടു. ഒരു ഫംഗ്ഷൻ ഇതായതുകൊണ്ട് കോളിനിട്ടു. എന്നിട്ട് തൊട്ട് താഴെയായിട്ട് സെൽഫ് ഡോട്ട്, അതായത് ആ ഒബ്ജക്റ്റ് നെയിം C1 എന്നുള്ളതാണ് നമ്മളെ ഒബ്ജക്റ്റിൻ്റെ പേര്. C1 ഡോട്ട് നെയിം എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ സെൽഫ് ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു N. ഓക്കെ, ഈ ലൈനിൽ കാണിച്ചത് സെൽഫ് ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു N എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഈ N എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ വാല്യൂ നെയിമിലേക്ക് വന്നു. അതേപോലെ നമ്മൾ വൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂ സിയിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം സെൽഫ് ഡോട്ട് കളർ ഈസ് ഈക്വൽ ടു C എന്ന് പറയുമ്പം ഈ C1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ കളർ എന്തായി? C ആയി. C മീൻസ് വൈറ്റ് ആയി. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്യുക വേരിയബിൾസിനൊക്കെ. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ പൈത്തണിൽ ഓരോ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇനിറ്റ് എന്ന് പറഞ്ഞാൽ __init___ ബ്രാക്കറ്റിൽ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എപ്പോഴും സെൽഫ് ആയിരിക്കണം. ബാക്കി നമുക്ക് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണോ ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആ വേരിയബിളിൻ്റെ പേര് എഴുതാം. ദെൻ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ
ഡെഫ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ C1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഫംഗ്ഷനാണത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ C2 ആണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ C2 ഡോട്ട് സ്റ്റാർട്ട് എന്നാണെങ്കിൽ ആ C2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു വേരിയബിൾ ഒരു ടേം യൂസ് ചെയ്യണം. അതാണ് സെൽഫ്. ഓക്കെ, അപ്പോൾ ഡെഫ് സ്റ്റാർട്ട് ബ്രാക്കറ്റിൽ സെൽഫ് എന്ന് എഴുതാൻ മറക്കരുത്. എല്ലാ ആർഗ്യുമെൻസിൻ്റെയും ഫസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് സെൽഫ് എന്ന് കൊടുക്കുക. ഇനിയിപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഇല്ലെങ്കിലും അവിടെ ഡെഫിനിഷൻ്റെ സ്ഥലത്ത് സെൽഫ് എന്ന് കൊടുക്കുക ആർഗ്യുമെൻ്റായിട്ട്, ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ അതിൽ മെസ്സേജായിട്ടൊരു പ്രിൻറ്റിങ് മെസ്സേജാണ് കൊടുക്കുന്നത്. അവിടെ എന്താണ് പ്രിൻറ്റ് സെൽഫ് ഡോട്ട് നെയിം കോമ ക്യാൻ സ്റ്റാർട്ട്. അപ്പോൾ സെൽഫ് ഡോട്ട് നെയിമിൽ എന്താ വാല്യൂ ഉള്ളത് നമ്മൾ ഓൾറെഡി ഇത് അവിടെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് സ്വിഫ്റ്റ് എന്ന്. അപ്പോൾ സ്വിഫ്റ്റ് ക്യാൻ സ്റ്റാർട്ട് എന്ന് പ്രിൻറ്റ് ചെയ്ത് വരും ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ C1 ഡോട്ട് സ്റ്റാർട്ട് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്തപ്പം ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്, സ്വിഫ്റ്റ് ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, FUN1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. FUN2 എന്ന് പറയുന്നത് കാറിനകത്താണുള്ളത്. രണ്ട് ഫംഗ്ഷനും എന്താ പറയുക വർക്ക് ചെയ്യും. കാരണം കാർ എന്ന് പറയുന്ന ക്ലാസ് വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സാണ്. അതുകൊണ്ട് അതിൻ്റെ വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഫംഗ്ഷൻസൊക്കെ നമ്മൾ കാർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സിൻ്റെ ബാക്കി കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ്. അതായത് ഒബ്ജക്റ്റ്, ക്ലാസ്, അതേപോലെ എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, ഇങ്ങനെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സിന് പ്രോഗ്രാമിങ്ങിന് വീണ്ടും ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ അതിൽ ഇൻഹെറിറ്റൻസ് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ടാവും. ആ ബേസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ്ഡ് ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ടൊരു വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് ആണ്. അതിൻ്റെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് കാർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർ എന്ന് പറയുന്നത് വെഹിക്കിൾ ക്ലാസ്സിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാറിൻ്റെ ബ്രാക്കറ്റിൽ കാറിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സാണ് ഈ കാർ എന്ന് പറഞ്ഞ ക്ലാസ്. അപ്പോൾ നമ്മൾ കാർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ബ്രാക്കറ്റിൽ ബേസ് ക്ലാസ്സിൻ്റെ പേര് എഴുതിയാലാണ് നമുക്കത് ഏത് ക്ലാസ്സിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അങ്ങനെ നമ്മൾ ബേസ് ക്ലാസ്സും ഡിറൈവ്ഡ് ക്ലാസ്സും ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ ബേസ് ക്ലാസ്സിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇനീഷ്യലൈസ് ചെയ്യുന്നു, അതേപോലെ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യുന്നു. അതേപോലെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ അതിൻ്റെ ഇനിറ്റ് ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, അതേപോലെ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇനി നമ്മൾ ഈ കാർ അതായത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു C1. ഈ C1ൻ്റെ ബ്രാക്കറ്റിൽ C1 ഈസ് ഈക്വൽ ടു കാർ എന്ന് പറഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇതിൻ്റെ ഇനിറ്റ് ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് അതിൻ്റെ നമ്പർ ഓഫ് വീൽസും അതിൻ്റെ പ്രൈസും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് സെൽഫ്, പിന്നെ നമ്പർ ഓഫ് വീൽസ്, പിന്നെ പ്രൈസ്, ഈ രണ്ട് ആർഗ്യുമെൻറ്റ്സാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഫംഗ്ഷനെ ഡിഫോൾട്ടായിട്ട് അത് കോൾ ചെയ്യും. ഈ C1 ഡോട്ട് FUN1 എന്ന് പറഞ്ഞാൽ FUN1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ ബേസ് ക്ലാസ്സിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി FUN1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ C1 ഡോട്ട് FUN2 എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് FUN2. ആ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ C1 എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആണെങ്കിലും ഈ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ബേസ് ക്ലാസ് ആണ് ഈ വെഹിക്കിൾ. അതുകൊണ്ട് ഈ വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസിനെയും അതേപോലെ ഫംഗ്ഷൻസിനെയും ഈ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിന് ആക്സസ് ചെയ്യാൻ പറ്റും യൂസിങ് ദിസ് ഓപ്പറേറ്റർ ഡോട്ട് ഓപ്പറേറ്റർ. ഓക്കെ.